Hallelujah, we adore you. Hallelujah, thank you Lord, we praise you Lord, glorify thy name Lord. Thank you, Jesus. Hallelujah, 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 hallelujah. Praise the Lord. ഏവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ് എന്ന ഈ ഫേസ്ബുക്ക് പേജിലൂടെ തുടർന്നുള്ള മണിക്കൂറുകൾ ഒരുമിച്ച് ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഈ നല്ല അവസരം ഉപയോഗിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഈ മണിക്കൂറുകൾ നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത മണിക്കൂറുകളാകട്ടെ. യേശുവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സമയമാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു തുടങ്ങുന്ന മണിക്കൂറുകളാകട്ടെ. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത നിലവാരത്തിൽ For you are great Lord. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭാവിയാമെന്നെയും നീ നിൻ പൈതലായി മാറ്റിയല്ലോ. എന്നെ വിളിച്ചവനെ നീ വിശ്വസ്ത ദൈവമല്ലോ. ഭാവിയാമെന്നെയും നീ നിൻ പൈതലായി മാറ്റിയല്ലോ. എന്നെ വിളിച്ചവനെ നീ വിശ്വസ്ത ദൈവമല്ലോ. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
സാഹചര്യങ്ങൾ മാറി മറിഞ്ഞാലും നീ ഞങ്ങൾക്ക് നല്ലവനാണ്. ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും നീ ഞങ്ങൾക്ക് നല്ലവനാണപ്പാ. നീ എന്നും ഞങ്ങൾക്ക് നല്ലവനാണ്. For you are good. You are good to me. യേശുവേ അങ്ങേക്കാരാ കണ്ടാലോ ആളറിയുകില്ല. ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു. കണ്ടാലോ മുഖശോഭയില്ല. ചോരയാൽ നിറഞ്ഞൊഴുകിടും. കണ്ടാലോ ആളറിയുകില്ല. ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു. കണ്ടാലോ മുഖശോഭയില്ല. ചോരയാൽ നിറഞ്ഞൊഴുകിടുന്നു. മകനേ മകളേ നീ മാന്യനായിടുവാൻ. മകളേ മകളേ നീ മാന്യനായിടുവാൻ. കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു. കാൽക്കരങ്ങൾ നിനക്കായി കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു. കാൽക്കരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു. മകനേ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. മകളേ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. We praise you, Lord. Thank you, Lord. Sathe. ചുടുചോരത്തുള്ളിയായി വീഴുന്നു. നിൻ പാപം പോക്കുവാനല്ലയോ മുള്ളുകൾ ശിരസിൽ ആഴ്ന്നതും. നിൻ ശിരസുയരുവാനല്ലയോ ചുടുചോരത്തുള്ളിയായി വീഴുന്നു. നിൻ പാപം പോക്കുവാനല്ലയോ മുള്ളുകൾ ശിരസിൽ ആഴ്ന്നതും. നിൻ ശിരസുയരുവാനല്ലയോ. മകനേ
പത്മോസിൽ യോഹന്നാൻ കണ്ടതോ സൂര്യനേക്കാൾ ശോഭയാലത്രേ. ആ ശബ്ദം ഞാനിതാ കേൾക്കുന്നു, പെരുവെള്ളം ഇരച്ചിൽ പോലാകും. പത്മോസിൽ യോഹന്നാൻ കണ്ടതോ സൂര്യനേക്കാൾ ശോഭയാലത്രേ. ആ ശബ്ദം ഞാനിതാ കേൾക്കുന്നു, പെരുവെള്ളം ഇരച്ചിൽ പോലാകുന്നു. ശ്വാസത്തിന്റെ പേര് പോലും യേശു എന്നാണ്. ഈ സെക്ഷനിൽ ഈ ദിവസങ്ങളിൽ ചില നിരീശ്വരവാദികളിലേക്ക് ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കാൻ പോകും. കേരളത്തിന്റെ മുകളിൽ ചില നിരീശ്വരവാദികളുടെ മുകളിലേക്ക് യേശുവിന്റെ സ്നേഹം പിടിക്കാൻ പോവുകയാണ്. I declare in this presence, ഈ സാന്നിധ്യത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ നിരീശ്വരവാദികളുടെ മേൽ ദൈവ സ്നേഹം പിടിക്കപ്പെടുന്നത്. മാനവജാതിക്ക് വേണ്ടിയാണ്. ആ ക്രൂശിലെ ത്യാഗം കേരളം മുഴുവൻ മാത്രമല്ല, ഇന്ത്യ മുഴുവൻ മാത്രമല്ല, സകല മാനവജാതിക്ക് വേണ്ടിയാണ്. Thank you, Lord.
നിൻ പുത്രനായി മാറ്റിയല്ലോ എന്നെ വിളിച്ചവനെ. നീ വിശ്വസ്ത ദൈവമല്ലോ. ഭാവിയാമെന്നെയും നിൻ പൈതൽ. എന്നെ വിളിച്ചവനെ, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു ഉറപ്പുള്ളവരുണ്ടോ? എന്നെ വിളിച്ചവനെ, you are so faithful. നീ നല്ല വിശ്വസ്തനാണ്. ക്രൂശിക്കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിക്കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ പകരം എന്തു നൽകും ഞാനിനി. ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന. പകരം എന്തു നൽകും ഞാനിനി. എൻ്റെ ഹൃദയം പൂർണ്ണമായി കർത്താവേ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ അങ്ങയുടെ അത്ഭുതം പ്രവർത്തിക്കുക. ഈ ദിവസങ്ങളിൽ ആ നാളിൽ അങ്ങയുടെ ശുശ്രൂഷയ്ക്ക് ഒരു തലമുറയുടെ റെപ്രസെന്റേറ്റീവായി നിന്നുകൊണ്ട് യൗവനക്കാരായ ഞങ്ങൾ അങ്ങ് ഹൃദയം നൽകുന്ന പിതാവ് പൂർണ്ണമാ. പൂർണ്ണമായി ഞങ്ങളെ തന്നെ തരുന്ന കർത്താവ്, ഒരിക്കലും അങ്ങയിൽ നിന്ന് പിരിയാതെ ജീവിത മോഹങ്ങളിൽ, ലോകത്തിന്റെ മോഹങ്ങളിൽ പെട്ടുപോയി ലോകത്തിൽ ജീവിതം അവസാനിക്കാനല്ല, അങ്ങയോട് ചേർന്ന് ജീവിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന പിതാവേ, ഒരു തലമുറയായി അങ്ങയുടെ ഇഷ്ടത്തെ പ്രവർത്തിക്കാൻ ഇതുവരെ ചരിത്രം കാണാത്ത ദൈവപ്രവൃത്തികൾക്ക് ഞങ്ങളെ സമർപ്പിക്കുക. മോശയ്ക്ക് ആടിനെ മാത്രമേ നയിക്കാൻ കണ്ടിട്ടുള്ളൂ, ആടിനെ മാത്രമേ നയിക്കാൻ അറിയത്തുള്ളൂ. കൊട്ടാരത്തിൽ ജീവിച്ചു വളർന്നവന് അവനറിയാവുന്ന കാര്യം ചുരുക്കമാണ്. പക്ഷേ ചെങ്കടലിനെ പിളർക്കാൻ മോശയെ ദൈവം ഉപയോഗിച്ചില്ല. കർത്താവെ, ചരിത്രങ്ങൾക്ക് ഇതുവരെ മറഞ്ഞിരിക്കുന്ന സത്യങ്ങളെ വെളിപ്പെടുത്താൻ ഞങ്ങളെ സമർപ്പിക്കും. യേശുവേ, ഞങ്ങളുടെ സമ്പത്തെന്ന് പറയാൻ നീ മാത്രമേ ഉള്ളൂ. അപ്പ എൻ്റെ പേർക്കായി സകലതും യാഗമായി തന്ന യേശുവേ, ദാനമായി നൽകാൻ ഞങ്ങളുടെ ജീവിതം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ സമ്പത്ത് നീ മാത്രമാണ്. ക്രൂശിൽ എൻ പേർക്കാ വീണ്ടെടുത്തെന്നെ സ്വർഗക്കാനാൻ നാട്ടിലാക്കുക. ക്രൂശിൽ മരിച്ചീശൻ പേർക്കാ വീണ്ടെടുത്തെന്നെ സ്വർഗക്കാനാൻ നാട്ടിലാക്കുക. പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി വേഗം വരാമെന്നുരച്ചിട്ടാമയം തീർത്താശനൽ എൻ്റെ സമ്പത്തെന്നു ചൊല്ലുക വേറെയില്ലോ യേശു മാത്രം. അപ്പാ, ഞങ്ങളുടെ സമ്പത്ത് നീ മാത്രമാണ്. ഞങ്ങൾ വീണ്ടും പറയുന്നു,
അങ്ങ് തന്ന വിദ്യാഭ്യാസമല്ല ഞങ്ങളുടെ സമ്പത്ത്, അങ്ങ് തന്ന കഴിവുകളല്ല ഞങ്ങളുടെ സമ്പത്ത്, അങ്ങ് തന്ന കുടുംബ പദവികളല്ല ഞങ്ങളുടെ സമ്പത്ത്, അങ്ങ് തന്ന ജോലിയല്ല ഞങ്ങളുടെ സമ്പത്ത്, അങ്ങ് തന്ന ബന്ധങ്ങളല്ല ഞങ്ങളുടെ സമ്പത്ത്. നീയാണ് ഞങ്ങളുടെ സമ്പത്ത്. യു ആർ മൈ ട്രഷർ. നീയാണ് എൻ്റെ സമ്പത്ത്. ഒരിക്കലും പിരിയാത്ത ലോകത്തിന്റെ നേട്ടങ്ങളെല്ലാം ഈ ലോകം കൊണ്ട് അവസാനിക്കുമ്പോൾ ഒരിക്കലും പിരിയാത്ത എൻ്റെ സമ്പത്ത് നീ മാത്രമാണ്. ഓ, തന്റെ പേർക്കായി സർവസമ്പത്തും യാഗമായി തന്നിൽ പ്രേമമാ തന്റെ വേല ചെയ്തു കൊണ്ടും തന്റെ ക്രൂശു ചുമന്നിട്ടും പ്രാണപ്രിയൻ സേവയിൽ തന്നെ ആയുസ്സെല്ലാം കഴിക്കണം. അപ്പൊ ഞങ്ങളുടെ ആഗ്രഹം അതാണ്, ആ പ്രാണപ്രിയന്റെ സേവയിൽ ഞങ്ങളുടെ ആയുസ്സല്ല, എൻ്റെ ആയുസ്സല്ല ആ പ്രാണപ്രിയന്റെ സേവയിലാണ്. Thank you, Lord. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാ വേറെ ഒന്നുമില്ലപ്പാ, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാ വേറെ യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വെന്നുയർത്തവൻ വാനലോകമതിൽ ചെന്നു സാധു എന്നെ ഓർത്തു നിത്യം താതനോട് യാചിക്കുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാ ഞങ്ങളുടെ സമ്പത്ത് നീ മാത്രമാണ്. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാ വേറെ എന്നെ അനുഗമിക്കുന്നവൻ തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുന്നു എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് പറയുന്നു. ഞങ്ങളുടെ സമ്പത്ത് നീ മാത്രമാണ്, വേറൊന്നുമല്ല ഞങ്ങളുടെ ആഗ്രഹം. യേശു മാത്രം സമ്പത്താണ്. തന്റെ പേർക്കായി സർവസമ്പത്തും. ഓ അപ്പാ, സകലതും ഇത് വെറുതെ ഒരു പാട്ട് കേൾക്കുന്ന സമയമല്ല, ഞങ്ങളുടെ പ്രയറാണ്, ഞങ്ങളുടെ പ്രാർത്ഥനയാണ്, ഞങ്ങളുടെ സമർപ്പണമാണിത്. തന്റെ വേല ചെയ്തു കൊണ്ടും തന്റെ ക്രൂശു ചുമന്നിട്ടും പ്രാണപ്രിയൻ സേവയിൽ തന്നായുസെല്ലാം കഴിക്കണം. തന്റെ വേല ചെയ്തു കൊണ്ടും തന്റെ ക്രൂശു ചുമന്നിട്ടും പ്രാണപ്രിയൻ സേവയിൽ തന്നായുസെല്ലാം കഴിക്കണം. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാ ഓഹോ യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാ യേശു മാത്രം
ചെന്നു കാണാൻ ഭാഗ്യമുണ്ട്. ഓ കുഞ്ഞാടാകും എൻ്റെ പ്രിയൻ്റെ ഓഹോൻപുരി ചെന്നു ചേരാൻ ഭാഗ്യമുണ്ട്. ലോകമെന്നെ ത്യജിച്ചാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും ക്ലേശമെന്നിൽ ലേശമില്ലാതീശനെ ഞാൻ പിന്തുടരും. ദേശമെന്നിൽ ലേശമില്ലാതീശനെ ഞാൻ എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ യേശു മാത്രം സമ്പത്താകുന്നു. ഓ എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലപ്പാ. യേശു മാത്രം സമ്പത്താകുന്നു. എൻ്റെ രാജാവെഴുന്നള്ളുമ്പോൾ തൻ്റെ മുമ്പാകെ ശോഭയേറുന്നൊരു രാജ്ഞി. ഓ എൻ്റെ രാജാവെഴുന്നള്ളുമ്പോൾ ഓഹോ ശോഭയേറും രാജ്ഞിയായി തൻ മാർവിലെന്നെ ചേർത്തിടും തൻ പൊന്നുമാർവിൽ മുത്തിടും ഞാൻ. എനിക്ക് മഹാഭാഗ്യം ദൈവമേ നീ ഒരുക്കിയേ. മാറിലെന്നെ ചേർത്തിടും തൻ പൊന്നുമാർവിൽ മുത്തിടും ഞാൻ. എനിക്ക് മഹാഭാഗ്യം ദൈവമേ നീ ഒരുക്കിയേ. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ. We praise you, Lord. We love you, Lord. ക്രൂശിൽ മരിച്ചീശൻ പേർക്കായി എന്നെ സ്വർഗ കനാൻ നാട്ടിലാക്കാൻ, ദൈവിക പുത്രത്വം എന്നെ നൽകാൻ, പിതാവിന്റെ മകനാക്കി എന്നെ മാറ്റാൻ, സ്വർഗീയ പിതാവിന്റെ മകനാക്കി എന്നെ മാറ്റാൻ, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കാൻ, ആത്മാവിന്റെ പ്രമാണത്തിൽ ജീവിക്കാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തവനെ, പാപം നീങ്ങി ശാപം മാറി മരണത്തിന്റെ മേൽ ജയം തന്നവനെ, പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി, ആമയം പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി, വേഗം വരാമെന്നുരച്ചിട്ടാമയം തീർത്താശകൾ എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെ. യേശു മാത്രമാണ് ഞങ്ങളുടെ യേശു മാത്രം സമ്പത്താകുന്നു. പിതാവേ, യൗവനക്കാർ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ സമ്പത്ത് നീ തന്ന പദവികളെല്ലാം ഞങ്ങൾ വീണ്ടും പ്രഖ്യാപിക്കും. ലോകത്തിൻ്റെതായ യാതൊന്നുമല്ലെന്ന് ഞങ്ങൾ വീണ്ടും പറയുകയാണ്. ഞങ്ങൾക്ക് നീയാണ് സമ്പത്ത്. ഞങ്ങളുടെ ആഗ്രഹം നീയാണ്, ഞങ്ങളുടെ വാഞ്ച നീയാണ്, ഞങ്ങളുടെ കൊതി നീയാണ്, ഞങ്ങളുടെ ദാഹം നീയാണ്, ഞങ്ങളുടെ വിശപ്പ് നീയാണ്. അപ്പത്തിനായും വെള്ളത്തിനായുള്ള വിശപ്പല്ല, അങ്ങയുടെ വചനത്തിന്, വചനം ജഡമായ ആ യേശുവിനെയാണ് ഞങ്ങൾക്ക് ആഗ്രഹം. ഓഹോ ലേറെ ശാരാധേ ഓരോ തോരോ ദിയംധര ലേറെ ഹോം നോരേ കുഞ്ഞാടാകും എൻ്റെ പ്രിയനെ
പ്രിയന്റെ സിയോൻ ചെന്നു ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ കുഞ്ഞാടാകും എൻ്റെ പ്രിയന്റെ സിയോൻ പുരി ചെന്നു ചേരാൻ ഭാഗ്യമുണ്ട്. ലോകമെന്നെ ത്യജിച്ചാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും ക്ലേശമെന്നെ വീഴ്ചിടാതെ നീശനെ ഞാൻ പിന്തുടരും. ലോകമെന്നെ ത്യജിച്ചാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും ക്ലേശമെന്നിൽ ലേശമില്ലാതീശനെ ഞങ്ങൾ അങ്ങേ മാത്രം പിന്തുടരും. ലോകം ഞങ്ങളെ ത്യജിച്ചാലും ഞങ്ങൾ അങ്ങേ പിന്തുടരും. അപ്പ ഞങ്ങൾ അങ്ങേ മാത്രം പിന്തുടരും. ഞങ്ങൾ അങ്ങേ മാത്രം പിന്തുടരും. ഈ ദിവസങ്ങളായി പല ചാനലുകളിലൂടെ പല മീഡിയകളിലൂടെ നമ്മളെല്ലാവരും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്, ദൈവവചനം കേൾക്കാൻ. പക്ഷേ ഇന്നത്തെ ദിവസം നമ്മൾ ഒരുമിച്ച് പറയുകയാണ്, ഞങ്ങളുടെ സമ്പത്ത് നീ മാത്രമാണ്, ഞങ്ങളുടെ ആഗ്രഹം നീ മാത്രമാണ്, ഞങ്ങളുടെ ആഗ്രഹം നീ മാത്രമാണ്, ഞങ്ങളുടെ കൊതി നീ മാത്രമാണ്. വേറെ എന്തിനേക്കാളും ഞങ്ങൾ പ്രിയമാകുന്നത് അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാനാണ്. ഈ തലമുറയുടെ മനസ്സിനെ അങ്ങ് മാറ്റണമേ പിതാവേ. അവരുടെ ആഗ്രഹത്തെ പിതാവിലേക്ക് തിരിക്കണം. വേദപുസ്തകത്തിൽ പലരെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു രാജ്യത്തെ തന്നെ ദൈവത്തിലേക്ക് തിരിച്ച ആരാധകന്മാരുണ്ട്. പല രാജാക്കന്മാർ വന്ന് ഭരിച്ചുപോയി. അന്യദൈവങ്ങളെ കൊണ്ട് ദേശം നിറഞ്ഞപ്പോൾ ഹൃദയപ്രകാരമുള്ള ഒരുവൻ വന്ന് രാജ്യത്തെ മുഴുവൻ തന്റെ ദൈവത്തിലേക്ക് തിരിച്ചു. അവൻ ആദ്യം പെട്ടകം എവിടെയെന്ന് അന്വേഷിച്ചു. കർത്താവേ, ഈ ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ രാജ്യം മുഴുവൻ അങ്ങിലേക്ക് തിരിയട്ടെ, ഞങ്ങളുടെ പട്ടണം മുഴുവൻ അങ്ങിലേക്ക് തിരിയട്ടെ, ഞങ്ങളുടെ ദേശത്തൊരു ഉണർവ് സംഭവിക്കട്ടെ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഉണർവ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. Our God is a living God. ഞങ്ങളുടെ ദൈവം ജീവനുള്ള ദൈവമാണെന്ന് ഞങ്ങൾക്ക് വാക്കുകൊണ്ട് തെളിയിക്കേണ്ടപ്പോൾ അങ്ങയുടെ പ്രവൃത്തി കൊണ്ട് തെളിയിക്കാൻ വീണ്ടും വീണ്ടും ഞാൻ ഇന്നത്തെ ലൈവിലൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞത് ഞാൻ വീണ്ടും പ്രഖ്യാപിക്കുന്നു. ചില എത്തിസ്റ്റുമാർ, ചില നിരീശ്വരവാദികൾ ദൈവാത്മാവ് അവരെ തൊടാൻ പോവുകയാണ്. യേശുവിൻ്റെ ഹൃദയം അവരെ തൊടാൻ പോവുകയാണ്. യേശുവിൻ്റെ സ്നേഹം അവരെ പിടിക്കാൻ പോവുകയാണ്. യേശുവാ, we surrender ourselves. യേശുവാ, ഹൃദയംഗമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയുടെ അന്തരീക്ഷത്തിൽ സ്വർഗത്തോട് ഞങ്ങൾ പറയുന്നൊരു വാക്ക്, മരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവസഭകൾക്കകത്ത് ദൈവത്തിന്റെ ജീവൻ വെളിപ്പെടുത്തണം. നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയ്ക്കകത്ത് ദൈവത്തിന്റെ സ്നേഹത്തെ കൊണ്ടുവരണം. ഞങ്ങൾക്കത് ആഗ്രഹമാണ്, ഞങ്ങളത് വാഞ്ചിക്കുന്നു. ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ ആശിഷമാരി അയക്കേണമേ. ഈ ശിഷ്യര നിന്ദാസരിന്മേ ആശിഷമാരി അയക്കേണമേ. ഈ ശിഷ്യര നിന്ദാസരിന്മേ ആശിഷമാരി അയക്കേ
ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ ഈ ലൈവ് കാണുന്ന വീടുകൾക്കിരുന്ന് ആരാധിക്കുന്നവരുണ്ട്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം ഒന്നാണ്, ഒരു സൗഖ്യത്തിൻ്റെ മഴയെ ഞങ്ങൾ കൊതിക്കുന്നത് പോലെ, ഒരു വിടുതലിൻ്റെ മഴയെ ഞങ്ങൾ കൊതിക്കുന്നത് പോലെ, ഒരു ഉണർവിൻ്റെ മഴയെ ഞങ്ങൾ കൊതിക്കുന്നു. ഞങ്ങൾക്ക് കേവലം രോഗസൗഖ്യം മാത്രം പോരാ, ഞങ്ങൾക്ക് പട്ടണത്തെ വിടുവിച്ചാൽ മാത്രം പോരാ, ഒരു ശക്തമായ ഉണർവ് കാണണം. ഞങ്ങളെ ഈ തലമുറയിൽ ദൈവം ജനിപ്പിച്ചത് അതിനു വേണ്ടിയാണ്. ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ തലമുറയിൽ ദൈവം ജനിപ്പിച്ചത്. ഞങ്ങൾ അതും കൊതിക്കുന്നു പ്രിയനെ, ഞങ്ങൾ അതും വാഞ്ചിക്കുന്നപ്പാ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾക്കരുളൂ, അനുഗ്രഹിക്കൂ. ഓ നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾക്കരുളൂ. ഒരു പ്രാർത്ഥന പോലെ ദൈവത്തോട് പറയുന്നത് പോലെ ഈ പാട്ട് പാടണം. സഹോദരങ്ങളെ, ഇറ്റ്സ് മൈ സ്മോൾ റിക്വസ്റ്റ്, എൻ്റെ ഒരു ചെറിയ റിക്വസ്റ്റാണ്. ഒരു ലൈവിൻ്റെ പാട്ട് കേട്ടിരിക്കുന്നത് പോലെ ഇരിക്കരുത്. ജസ്റ്റ് വർഷിപ്പ്, ആരാധിക്കാൻ തുടങ്ങുക, ദൈവത്തോട് പറയാൻ തുടങ്ങുക. ഞങ്ങളത് കൊതിക്കുന്നു പിതാവേ. ഞങ്ങളുടെ ദേശത്ത് സൗഖ്യം മാത്രം പോരാ, ഞങ്ങളുടെ ദേശത്ത് വിടുതൽ മാത്രം പോരാ. വി എക്സ്പെക്ട് ദാറ്റ്. ഞങ്ങൾ അതിനെ കൊതിക്കുന്നപ്പ. യേശുവാ തിരുവചനം ഘോഷിക്കുവാൻ, തിരുവചനം
നിന്റെ രൂപവും ഭാവവും നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിട് ആദ്യനോ പ്രശോഭിക്കട്ടെ. ഇഷ്ടങ്ങളൊന്നുമേ വേണ്ട യേശുവേ. നിന്റെ ഹിതത്തിന്റെ മറവിൽ നിന്റെ ഹിതത്തിൻ മറവിൽ ഞാൻ പ്രശോഭിക്കും. ആദ്യനും
സത്യ ദൈവമേ ഉള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേ ഉള്ളൂ. ഏക സത്യ ദൈവമേ ഉള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേ ഉള്ളൂ. ഏക സത്യ ദൈവമുണ്ട്, ഏക രക്ഷിതാവുമുണ്ട്, ഏക സത്യവേദമുണ്ട്, ഏക രക്ഷാമാർഗമുണ്ട്. ഏക സത്യ ദൈവമുണ്ട്, ഏക രക്ഷാമാർഗമുണ്ട്, ഏക സത്യ ദൈവമേ ഉള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേ, ഏക സത്യ ദൈവമേ, ഏക സത്യ ദൈവമേ ഉള്ളൂ ഭൂവാസികളെ. അപ്പാ സർവഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറയട്ടെ, സർവഭൂമിയും നിന്റെ തേജസ് കൊണ്ട് നിറയട്ടെ. എല്ലാ നാവും ഏറ്റുപാടട്ടെ, ഏക സത്യ ദൈവം. എല്ലാ അതിരവും പറയട്ടെ, ഏക സത്യമായ ഒന്ന് മാത്രം. ഭൂമിയിൽ സത്യമെന്ന് പറയാൻ ഒന്ന് മാത്രമേ ഉള്ളൂ, ഭൂമിയിൽ സ്നേഹമെന്ന് പറയാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. അത് ഞങ്ങളുടെ ദൈവമാണ്, ഞങ്ങളുടെ അപ്പനാണ്. സത്യ ദൈവമുണ്ട്, ഏക രക്ഷിതാവുമുണ്ട്, ഏക സത്യവേദമുണ്ട്, ഏക രക്ഷാമാർഗമുണ്ട്, ഏക സത്യവേദമുണ്ട്, ഏക രക്ഷാമാർഗമുണ്ട്, ഏക സത്യ ദൈവമേ ഉള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേ ഉള്ളൂ. ഏക സത്യ ദൈവമേ ഉള്ളൂ ഭൂവാസികളെ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ. ആ ഏക സത്യ ദൈവമേ ഉള്ളെങ്കിൽ ഞങ്ങളുടെ ജീവകാലം മുഴുവൻ ആരാധിക്കും ഞാൻ അവനെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കും. തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ എൻ സർവ്വഭൂമാ അടിയനിതാ. സത്യത്തെ മാത്രം ഉയർത്താൻ ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഭാഗ്യം ലഭിക്കണേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ അങ്ങേ മാത്രം നോക്കി മുമ്പോട്ട് പോകണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളത് കൊതിക്കുകയാണ്. ഈ ലോകത്തിലുള്ളതെല്ലാം നിമിഷ നേരം കൊണ്ട് മാറിപ്പോകുമെന്ന് ഇപ്പോഴും ഈ ഒരു സീസണിൽ ഞങ്ങൾക്ക് തെളിവാണ്.
നാം ഈ കാണുന്നതും നാം ഈ അനുഭവിക്കുന്നതെല്ലാം ഞൊട്ടി നേരം കൊണ്ട് നിശ്ചലമാകുമെന്നും അവസാനിക്കുമെന്നും ഈ സീസൺ കണ്ട് ഞങ്ങൾ തിരിച്ചറിയുന്നു. പക്ഷേ നിന്റെ സ്നേഹം ഒരിക്കലും മാറാത്തതാണ്. അങ്ങയുടെ അഭിഷേകം ഒരിക്കലും മാറാത്തതാണ്. ആ ബന്ധം ഒരിക്കലും മാറാത്തതാണ്. സ്വർഗനാട്ടിലും തുടരുന്നതാ ഈ ബന്ധം എൻ ഭാഗ്യമേ. സ്വർഗനാട്ടിലും തുടരുന്നതാ ഈ ബന്ധം എൻ ഭാഗ്യമേ. സ്വർഗനാട്ടിലും തുടരുന്നതാ ഈ ബന്ധം എൻ ഭാഗ്യമേ. എന്തൊക്കെ അവസാനിച്ചാലും ഈ ബന്ധം അവസാനിക്കും. ഈ ശരീരത്തിൽ നിന്ന് ശ്വാസം പോയാലും ഈ ബന്ധം അവസാനിക്കത്തില്ല. ആരൊക്കെ മറന്നെന്ന് പറഞ്ഞാലും ഈ ബന്ധം ഒരിക്കലും അവസാനിക്കും. എന്തു ക്ലേശങ്ങൾ വന്നിടിലും ഓരോ നിമിഷമതും തിരുമാർവതിൽ ചാരിടും. സകലതും അറിയാവുന്ന യേശു വർത്തമാനകാലമാകട്ടെ, ഭാവി കാലമാകട്ടെ, ഭൂതകാലമാകട്ടെ എല്ലാം അറിയാവുന്നവനായിട്ടും പത്രോസിനോട് ഒരു ചോദ്യം ചോദിച്ചു, നീ വാസ്തവത്തിൽ എന്നെ സ്നേഹിക്കും? നീ എന്നെ സ്നേഹിക്കുന്നു? യേശുവിനെ അറിയാതിരുന്നിട്ടും അവന്റെ ഉത്തരത്തിന് വേണ്ടി യേശു കാതോർത്തു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് യേശുവിനെ അറിയാതിട്ട് യേശുവിന്റെ ഉത്തരം ഇതാണ്. അവസാന ദിവസങ്ങളിൽ യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, 3 പ്രാവശ്യം കോഴി കൂതുന്നതിന് മുമ്പ് നീ എന്നെ തള്ളിപ്പറയും. കോഴി കൂതുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും. യേശുവിനെ അറിയാതിരുന്നിട്ട് യേശു ചോദിച്ചത് നീ സ്നേഹിക്കുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം എന്താന്ന് അവന് നന്നായിട്ട് അറിയാം. നമ്മെ ഈ ലോകത്തിലേക്ക് അയച്ച, നമ്മെ ഈ കുടുംബത്തിൽ ജനിപ്പിച്ച, നമുക്ക് ആവശ്യമായതെല്ലാം തന്ന് നമ്മെ പോറ്റി പുലർത്തിയ ഈ അപ്പന് സകലതും അറിയാം, എല്ലാം അറിയാം. ലോക സ്ഥാപനത്തിന് മുമ്പേ അത് എഴുതപ്പെട്ടിരിക്കുകയാണ്. അവന്റെ ഹൃദയത്തിൽ നാം ഉണ്ട്. എന്നാലും അവനെ നോക്കിയെന്ന് പറയാമോ, ഇനി എന്തൊക്കെ ക്ലേശം വന്നാലും ഞാൻ നിന്നെ പിരിയില്ലപ്പാ, ഞാൻ ഒരിക്കലും നിന്നെ എന്തു ക്ലേശങ്ങൾ വന്നിടിലും ഓരോ നിമിഷമതും തിരുമാർവതിൽ ചാരിടും ഞാൻ. വേർപിരിയില്ലപ്പാ, വേർപിരിയില്ലിനി ഞാൻ. എന്തു ക്ലേശങ്ങൾ വന്നിടിലും ഓരോ നിമിഷവും ഓരോ നിമിഷമതും തിരുമാർവതിൽ ചാരിടും ഞാൻ. സ്വർഗനാട്ടിലും തുടരുന്നതാ ഈ ബന്ധം എൻ ഭാഗ്യമേ. സ്വർഗനാട്ടിലും തുടരുന്നതാ ഈ ബന്ധം എൻ ഭാഗ്യമേ. സ്വർഗനാട്ടിലും സ്വർഗനാട്ടിലും തുടരുന്നതാ ഈ ബന്ധം എൻ ഭാഗ്യമേ. സ്വർഗനാട്ടിലും സ്വർഗനാട്ടിലും തുടരുന്നതാ ഈ ബന്ധം
മറന്നു ലോകത്തിൽ ഞാൻ ജീവിച്ചപ്പോൾ മാറിയില്ല പൊൻകരം എന്നെ ചേർത്തണച്ചുവല്ലോ. മതി മറന്നു ലോകത്തിൽ ഞാൻ ജീവിച്ചപ്പോൾ മാറിയില്ല പൊൻകരം എന്നെ ചേർത്തണച്ചുവല്ലോ. ബൈബിൾ പറയുന്നത് അങ്ങനെയാണ്. നമ്മെ അവന് നന്നായിട്ട് അറിയാം. നമ്മുടെ ജനനത്തിന് മുൻപ് നാം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് പോകാൻ നന്നായിട്ട് അറിയാം. എങ്ങനെയെങ്കിൽ ഈ ജീവിതകാലം മുഴുവനും ഞാനൊന്ന് പുറകോട്ട് നോക്കി ചിന്തിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ വരികളാണിത്. കർത്താവ് എനിക്ക് തന്ന വരികളാണ്. ഞാൻ മതിമറന്ന് ലോകത്തിൽ ജീവിച്ചപ്പോഴും ഒരിക്കലും മാറിയെത്താപ്പോൻ കാരണം അവൻ മാറോട് ചേർത്തണച്ചു. ആ ഇഷ്ടം മറന്നുപോയിട്ടും തള്ളിക്കളയാതെ മാന്യനാക്കിയവനാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എൻ്റെ പ്രിയമുള്ളവരെ, എനിക്കൊരു പാടാൻ കഴിവുണ്ടായിരുന്ന ഒരാളല്ല. എൻ്റെ വായിൽ നിന്ന് കാറ്റ് മാത്രമേ വരുവുള്ളായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ പാടുന്ന ഇത് അഭിഷേകമാണ്, ദൈവം തരുന്നതാണ്. അതുകൊണ്ട് ദൈവത്തിന് എന്തും അസാധ്യമാണ്. കഴിവോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ആവശ്യം. നിങ്ങളുടെ അവൈലബിലിറ്റിയാണ്. നിങ്ങൾ തയ്യാറാണ്. ഇത്രയും നാളിൽ എൻ്റെ 10ാം ക്ലാസ്സിലാണ് ഞാൻ യഥാർത്ഥമായി പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുന്നത്. അതുവരെ ഒരു പാസ്റ്റർ മകനായി ജീവിച്ചെങ്കിലും ലോകത്തിൻ്റെ എല്ലാ മ്ലേച്ഛതയിലും ലഹരി ഒഴികെ സകലത്തിലുണ്ട്. പക്ഷേ ആ മതിമറന്നു പോയപ്പോഴും സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും ദൈവം സംസാരിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ ചിന്തിച്ചപ്പോൾ ദൈവം തന്ന വരികളാണ്. മതിമറന്ന് ലോകത്ത് ജീവിച്ചപ്പോൾ തള്ളിടാതെന്നെ മാന്യനാക്കിയ വൻ കൃപയതേ. താതനിഷ്ടം മറന്നുപോയി ഞാൻ ജീവിച്ചപ്പോഴും തള്ളിടാതെന്നെ മാന്യനാക്കിയ വൻ കൃപയതേ. അവന്റെ ഇഷ്ടം മറന്നുപോയപ്പോഴും ഒരിക്കൽ പോലും തള്ളിക്കളയാതെ മാന്യതയുടെ പദവി ലോകത്തിന്റെ മുമ്പിൽ നിർത്തിയവനാണ് എൻ്റെ യേശു. എനിക്കറിയാം, ഇതിലെ പല യൗവനക്കാരും നിങ്ങളുടെ വീട്ടുകാർക്ക് നിങ്ങളെ നല്ലതുപോലെ അറിയത്തില്ല. നിങ്ങളുടെ വീട്ടുകാർക്ക് നിങ്ങൾ കാണിക്കുന്നത് പോലെ അല്ല നിങ്ങളുടെ സ്കൂളിൽ, നിങ്ങളുടെ കൂട്ടുകാരുടെ നടുവിൽ നിങ്ങളായിരിക്കുന്നത് പോലെ അല്ല നിങ്ങളുടെ സൺഡേ സ്കൂൾ ടീച്ചറിന്റെ മുമ്പേ, അല്ലെങ്കിൽ നിങ്ങളുടെ ചർച്ചിനകത്ത് നിങ്ങളുടെ യൗവനക്കാരുടെ ഇടയിൽ. പക്ഷേ അവൻ്റെ ഇഷ്ടം മറന്ന് ജീവിച്ചപ്പോഴും മാന്യനായി നിർത്തിയത് അവൻ്റെ കൃപയാണ്. ഒരു നാളിൽ നിന്റെ വിളി നീ തിരിച്ചറിയും എന്ന് അവൻ ഉറപ്പുള്ളത് കൊണ്ടാണ്. ഒരു നാളിൽ ആ സ്നേഹത്തിൽ നീ അലിഞ്ഞു വരുമെന്ന് ദൈവത്തിന് ഉറപ്പുള്ളത് കൊണ്ടാണ് നിന്നെ ലജ്ജിപ്പിക്കാതെ മാന്യതയുടെ പദവി നിർത്തിയത്. താങ്ക് യു അപ്പ. ഓ താതനിഷ്ടം മറന്നുപോയി ഞാൻ ജീവിച്ചപ്പോൾ തള്ളിടാതെന്നെ മാന്യനാക്കിയ വൻ കൃപയതേ. താതനിഷ്ടം മറന്നുപോയി ഞാൻ ജീവിച്ചപ്പോഴും തള്ളിടാതെന്നെ മാന്യനാക്കിയ വൻ കൃപയതേ. യേശുവേ, ഈ നല്ല മണിക്കൂറുകൾക്ക് ഞങ്ങൾ നന്ദി പറയും. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ പ്രവൃത്തികളാണ് സംഭവിച്ചത്. ഒരു ശ്വാസം പോലും ഞങ്ങൾ വലിക്കുന്നത് അങ്ങയുടെ അത്ഭുതകരമായ കൃപയാണ്, അങ്ങയുടെ പ്രസാദമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ദിവസവും വലിയ കാര്യങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുക. അടുത്ത ദിവസങ്ങളിലും അത്ഭുതങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അടുത്ത ദിവസങ്ങളിലും വീര്യപ്രവൃത്തികൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ലോകം മാറിയാലും ആകാശം മാറിയാലും ഭൂമി മാറിയാലും ഒരിക്കലും മാറാത്തതായ നിന്റെ കൃപയും സമാധാനവും ദയയും ഭാരതത്തിന്റെ മേലും ലോക രാജ്യങ്ങളുടെ മേലും വെളിപ്പെടട്ടെ. ഒരു വിടുതലിന്റെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ, ഒരു സൗഖ്യത്തിന്റെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ, ഒരു രക്ഷയുടെ മഴയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു ഉണർവിന്റെ മഴയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഒരു ദൈവിക പ്രവൃത്തിയുടെ മഴയ്ക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമില്ലെന്ന് പറയുന്നവന്റെ അതരം തുറക്കാൻ കഴിയാത്ത നിലവാരത്തിൽ മഹത്വത്തിന്റെ പ്രവർത്തിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു പിതാവേ. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക്, ദോഷികളായ പിതാവായ നിങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെയുള്ള ദാനങ്ങളെ കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ എത്രയധികം നൽകുമെന്ന് ബൈബിൾ പറയും. ഞങ്ങൾ കൊതിക്കുന്നു പരിശുദ്ധാത്മാവിനെ, ഞങ്ങൾ ചോദിക്കുന്നു. അപ്പ നീ നല്ല മണിക്കൂറുകൾക്ക് നന്ദി പറയും. എസ്പെഷ്യലി ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ് എന്ന് പറയുന്ന ഈ പേജിലെ എല്ലാ സഹോദരങ്ങളെയും, റാന്നി ഡിസ്ട്രിക്റ്റിനെയും, അഭിഷക്തന്മാരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ബ്ലെസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ മണിക്കൂറുകൾ ആരാധനയ്ക്കായി തിരഞ്ഞെടുക്കുക. ലൈവ് കഴിയുന്നതിന് ശേഷവും ഇത് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ തുടർമാനമായി ആരാധിക്കുക. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ മുങ്ങിയിരിക്കുക, മുഴുകിയിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബ്ലെസ് യു, ബ്ലെസ് യു, ബ്ലെസ് യു.